വിശുദ്ധ റമളാന്റെ ആദ്യ 10 ദിനങ്ങൾ പിന്നിടുമ്പോൾ മാത്രം 20 ലക്ഷം ഇഫ്താർ കിറ്റുകളാണ് UAE ഫുഡ് ബാങ്ക് നൽകിയത്. സമൂഹത്തിൽ ദാനധർമ്മത്തിന്റെയും അനുകമ്പയുടെയും മൂല്യങ്ങൾ പ്രചരിപ്പിക്കാനാണ് UAE ഫുഡ് ബാങ്ക് ശ്രമിക്കുന്നത്. നിരവധി ആളുകളാണ് ഫുഡ് ബാങ്കിലേക്ക് സംഭാവനയായിട്ട് നൽകിയിട്ടുള്ളത്. ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങളെല്ലാം തന്നെ പാലിച്ച് ഭക്ഷണങ്ങൾ ശേഖരിക്കുകയും അത് ആവശ്യക്കാരിലേക്ക് എത്തിച്ചു വരികയുമാണ് UAE ഫുഡ് ബാങ്ക് ചെയ്യുന്നതെന്നും അധികൃതർ വ്യക്തമാക്കുന്നു. UAE ആസ്ഥാനമായിട്ടുള്ള ആഗോള ജീവകാരുണ്യ സംഘടനയായിട്ടുള്ള ദുബായ് കെയേഴ്സിന് 1 മില്യൺ ദിർഹം സംഭാവന നൽകി ലുലു ഗ്രൂപ്പ്. ദുബായ് കെയേഴ്സിന്റെ ഓഫീസിൽ വെച്ച് നടന്ന ചടങ്ങിൽ ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസുഫ് അലിയാണ് ഈ ഒരു സംഭാവന കൈമാറിയത്. വിദ്യാഭ്യാസത്തിലൂടെ കുട്ടികളെയും യുവാക്കളെയും ഒക്കെ ശാക്തീകരിക്കുന്നതിനുള്ള ദുബായ് കെയേഴ്സിന്റെ ശ്രമങ്ങളെ പിന്തുണക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ലുലു ഗ്രൂപ്പിന്റെ ഈ ഒരു പ്രവർത്തനം. ദുബായ് ലൈസൻസ് ഇല്ലാതെ ഭക്ഷണ സാധനങ്ങൾ വിറ്റ 10 അനധികൃത സ്ട്രീറ്റ് കച്ചവടക്കാരെ ദുബായ് പോലീസ് ഇന്നലെ അറസ്റ്റ് ചെയ്തു. കൃത്യമായിട്ടുള്ള ആരോഗ്യ മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെ ലൈസൻസ് ഇല്ലാതെയാണ് ഇവർ ഇത്തരത്തിൽ കച്ചവടം ചെയ്തിട്ടുണ്ടായിരുന്നത്. നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള പരിശോധന കർശനമാക്കുമെന്ന് ദുബായ് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. വരും ദിവസങ്ങളിലും പരിശോധന തുടർന്നേക്കും. ദുബായ് എമിറേറ്റിലെ ആഡംബര ഗതാഗത മേഖലയ്ക്ക് കഴിഞ്ഞ വർഷം മാത്രം 44% വളർച്ചയാണ് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ വർഷത്തിൽ 4,34,00,000 ആളുകളാണ് ഈ ആഡംബര ഗതാഗതം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. 2023 മാത്രം ഈ ഒരു മേഖലയിൽ 9 കമ്പനികളാണ് പ്രവർത്തിച്ചിരുന്നത്. ഇത് ഇപ്പോൾ 2025 ആകുമ്പോഴേക്കും 13 കമ്പനികളായി ഉയരുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് 2025 മാർച്ച് 12 തികച്ചും ലോക്കൽ.